ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഒരു ചുരി പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ചെയ്തിരുന്നു. അത് കട്ട് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കട്ടിങ് വീഡിയോ കാണണം. എന്നിട്ട് ഈ സ്റ്റിച്ചിങ് വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഈ പീസുകളെല്ലാം ഇവിടെയാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നോർത്തി വെക്കുക. എന്നിട്ട് ഒരു പീസ് എടുക്കുക. ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ച് തയ്ക്കാൻ വേണ്ടത്. അത് ഇങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടത്. ഈ പീസ് അടിയിൽ വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ തയ്ച്ചു പോവുക. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. തയ്ച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് മറിക്കുമ്പോൾ ഇങ്ങനെ വന്നോളൂ. എന്നിട്ട് ഇതിലെ കൂടെ ഒരു പ്രസ്സടി കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് പിന്നെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ നോക്കിയിട്ട് കാണിച്ചത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക പീസ്. ഇതേപോലെ തന്നെ മറ്റേ കാലിനും വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പീസ് ഇതാ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഈ പീസിൻ്റെ അകത്തേക്ക് ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ പീസിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് രണ്ട് പീസും കൂടെ ഇതിലങ്ങനെ അരഞ്ച് വീതിയിൽ താഴെ വരെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മളിതാ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ മറച്ചിട്ട് ഇതിലെ കൂടെ ഒന്ന് പ്രസ് അടി കൊടുക്കുക. ഒരു അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ രണ്ട് സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കാലും നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് കാലിൻ്റെതും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് അര ഇഞ്ച് വീതിയിൽ ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ അര ഇഞ്ചിൽ ഒന്നിങ്ങനെ മടക്കി അടിച്ചെടുക്കുക. രണ്ടിൻ്റെയും അങ്ങനെ മടക്കി അടിച്ച് വരും. പിന്നെ നമ്മൾ ഈ താഴെ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കുമ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഭാഗത്തേക്കായിരിക്കണം ഇവിടെ നമ്മൾ ഇങ്ങനെ മടക്കുന്നത്. അല്ലാതെ തിരിഞ്ഞു പോകും. ഈ താഴ്ഭാഗം തയ്ക്കുന്ന നേരത്ത് തീരെ വലിക്കരുത്. വലിച്ചു പിടിച്ചാൽ ഇത് വലിഞ്ഞു പോകും. ക്രോസിലാണല്ലോ നമ്മളിത് വെട്ടിയെടുത്തത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് താഴ്ഭാഗം ഇങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ താഴ്ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ വണ്ണടിക്കാൻ വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി 1.5 ഇഞ്ച് വിട്ടിട്ട് ഇതിലെങ്ങനെ തയ്ച്ച് പോയാൽ മതി. ഈ ക്രോച്ച് ലെങ്ത്ത് വരെ തയ്ക്കണം. 1.5 ഇഞ്ച് വിട്ടിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് കാലും അങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ച് വിട്ടിട്ട് ഇതാ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് വരെ ഇങ്ങനെ തയ്ച്ച് പോയാൽ മതി. ഇവിടെ 2 പ്രാവശ്യം തയ്ക്കണം. അതുപോലെ ഇതേപോലെ മറ്റേ കാലും ഞാൻ തയ്ച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ 1.5 ഇഞ്ച് വെച്ച് 2 കാലും തയ്ച്ച് വന്നിട്ടുണ്ട്. ഇവിടെ അതാ ക്രോച്ച് ലെങ്ത്ത് വരെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം. 2 കാലും കൂടെ. അപ്പോൾ ഒരു കാലിതാ ഇങ്ങനെ വെക്കുക. അടുത്തത് ഇതാ ഇങ്ങനെ വെക്കുക. ഈ രണ്ട് താഴെ ഭാഗമല്ലേ പാൻറ്റിൻ്റെ അടിഭാഗം ഈ ക്രോച്ച് ലെങ്ത്തുകൾ തമ്മിലാണ് യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ക്രോച്ചായി വരുന്ന ഈ ഭാഗമല്ലേ ആ ഭാഗങ്ങൾ അവിടെ വെച്ചിട്ട് അവിടെ ഇതാ രണ്ട് കാലിൻ്റെയും തയ്ച്ചിരിക്കുന്ന ഭാഗം തമ്മിൽ ഒരേപോലെ വരണം. ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ തയ്ച്ച് വരുമ്പോൾ വലിഞ്ഞു പോയാൽ ഇങ്ങനെ ഒന്ന് പൊന്തി ഒന്ന് താന്നൊക്കെ നിൽക്കും. അപ്പോൾ അത് റെഡിയാക്കണം. വലിക്കാതെ തയ്ച്ചാൽ മതി. ഇത് നിങ്ങൾ തയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഇവിടെ തുടങ്ങി അങ്ങോട്ടേക്ക് അടിക്കുക. ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് അടിച്ചാൽ മതി. ഞാനിപ്പോൾ എനിക്കിത് കറക്റ്റായി വന്നതുകൊണ്ട് ഞാനിതാ ഇവിടെ മുകളിൽ നിന്ന് താഴേക്കാണ് അടിക്കുന്നത്. ഇതാ ഇവിടെ മുതൽ ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് മറ്റേ പാൻറ്റിൻ്റെ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതാ ഇവിടം വരെ നമുക്ക് അങ്ങനെ തയ്ച്ച് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് തയ്ക്കേണ്ടത്. 1/2 ഇഞ്ച് വിട്ട് താഴെ വരെ തയ്ച്ച് കൊടുക്കുക. ഇവിടെ വരുമ്പോൾ ഒരു ഭാഗത്തേക്കും മറ്റേതൊരു ഭാഗത്തേക്കും ആക്കി വെച്ചാൽ മതി. ഈ അടിഭാഗം തയ്ച്ചത് ഇതിങ്ങനെ താഴോട്ടേക്ക് ആക്കുക.
വേണേൽ ഒന്നിങ്ങനെ മടക്കി വെക്കുന്നതിനും പ്രശ്നമില്ല. എന്നാൽ പിന്നെ അവിടെ അങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്ന മാതിരി വരില്ല. ഇവിടെ ഇത് 2 പ്രാവശ്യം തയ്ക്കണം. ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഇവിടെ വേഗം പൊട്ടിപ്പോകും. അതുകൊണ്ട് പൊട്ടിപ്പോവാതിരിക്കാനാണ് 2 പ്രാവശ്യം തയ്ക്കുന്നത്. ഇതാ നമ്മൾ ചുരിപ്പാൻറ്റിൻ്റെ ബാൻഡും കൂടെ പിടിപ്പിക്കാനേ ഉള്ളൂ. ഇനി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാൻഡ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാൻഡ് പിടിപ്പിക്കാനാണുള്ളത്. അപ്പോൾ ഈ ഒരു ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ ജോയിൻ ചെയ്തതും ബാക്ക് ഭാഗവും അതേപോലെ ജോയിൻ ചെയ്തതും തമ്മിൽ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ വെട്ട് കൊടുക്കുക. ചെറിയൊരു പ്ലീറ്റ് ഇടാനുണ്ടാവും നമുക്ക് ബാൻഡിനോട് യോജിപ്പിച്ച്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം പ്ലീറ്റ് ഇടണമെന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വെട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ബാൻഡിൻ്റെ പീസാണ് ഇത്. 2 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ 1/2 ഇഞ്ചിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഈ തുണി വേഗം പിന്നി പോകുന്ന ഒരു തുണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ സൈഡ് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ നല്ല ഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്ന് തയ്ക്കാം. ഞാൻ 1/4 ഇഞ്ചിൽ തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തേക്ക് വെച്ച് ഇത് പിന്നി പോവാതിരിക്കാനാണ് ഞാൻ തയ്ക്കുന്നത്. നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഇവിടെ 2 പ്രാവശ്യം തയ്ച്ചു. അപ്പോൾ ഇതിവിടെ തയ്ച്ചെടുത്തുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഓപ്പൺ വേണം. അതിന് നമ്മൾ 22 ഇഞ്ചിൻ്റെ ബാൻഡാണ് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് അധികം എടുത്തത് കൊണ്ട് 1/2 ഇഞ്ച് അവിടെ തയ്ച്ചു കഴിഞ്ഞ് ഇനി 1 ഇഞ്ചിൽ ഇവിടെ ഈ പകുതി വരെ ഇങ്ങനെ 1 ഇഞ്ചിൽ ഇവിടെ തുടങ്ങി ഇവിടം വരെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇവിടെ വരെ അടിക്കാത്തത് കയറാണ് ഇതിന് വെക്കുന്നത്. കയറ് വെക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു ചെറിയ ഓപ്പൺ വേണ്ടിയത് കൊണ്ടാണ്. എലാസ്റ്റിക് ആണ് വെക്കുന്നതെങ്കിൽ ഫുള്ള് തയ്ച്ചെടുക്കാം. എന്നിട്ട് അങ്ങോട്ടേക്ക് സൂചി കുത്തി വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. പിന്നെ അവിടെ മുതൽ ഇവിടെ വരെ തയ്ച്ചിട്ട് ഇതിലങ്ങോട്ടും അതേപോലെ തയ്ക്കുക. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയറ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം. ഈ തേര് വശം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കുന്നത്. അല്ലാന്ന് വെച്ചാൽ ഇതൊന്നുകൂടെ ഇങ്ങനെ 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ഇങ്ങോട്ടേക്ക് മടക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ചുറ്റും തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ബാൻഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും ബാക്ക് ഭാഗം നമ്മൾ ജോയിൻ ചെയ്തതും ഈ മുൻവശത്ത് നമ്മൾ ഓപ്പണിന് ജോയിൻ ചെയ്തതും തമ്മിൽ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ തുണിക്കൊരു വെട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഭാഗത്തും നല്ല ഭാഗമാക്കി വെക്കുക. ഈ നല്ല ഭാഗമാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബാൻഡിൻ്റെ ഈ പീസും ഇതും തമ്മിൽ ക്രോച്ച് ലെങ്ത്തിൻ്റെ ജോയിൻ ചെയ്തതും ബാൻഡിൻ്റെ നമ്മൾ പീസില്ല അവിടെ ജോയിൻ ചെയ്ത പീസും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും തയ്ച്ചെടുക്കുക. പിന്നെ ഈ ബാൻഡിൻ്റെ ഇവിടെ നമ്മളൊരു വെട്ടിട്ടുണ്ട്. അതും ഇവിടെ ഈ പീസിലും ഒരു വെട്ടിട്ടുണ്ട്. ഇതും തമ്മിൽ ഒരേപോലെ ഒരേ സ്ഥലത്ത് വരുന്നത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ. അപ്പോൾ ഈ ബാക്കിയുള്ള ലൂസായി നിൽക്കുന്ന ഭാഗം പ്ലീറ്റ് ഇടാനുള്ളതാണ്. ബാക്കും ഫ്രണ്ടുമാണ് പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ ഇവിടെ കണക്കാക്കി പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചത്. ഇവിടെ ഈ 2 വെട്ടുകളും ഇങ്ങനെ ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിക്കണ്ട. വലിച്ചാൽ താഴെ പീസ് നമ്മൾ ക്രോസ് പീസ് ആയതുകൊണ്ട് വേഗം വലിഞ്ഞു പോകും. വലിക്കാതെ ഇങ്ങനെ നേരെയാക്കി വെക്കുക. ഇവിടെ ഒരു 2 ചുരുക്കിടാനുള്ള അത്രേ തുണിയുള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഇത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട്
ഇങ്ങനെ ചുറ്റും തയ്ച്ചു കൊടുത്താൽ മതി. ഈ ഭാഗത്തും ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് ഇടുന്നത് തുണി ശ്രദ്ധിക്കണം തയ്ച്ച് പോകുമ്പോൾ. പാൻറ്റിൻ്റെ ജോയിൻ ചെയ്തതും ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഈ ജോയിൻ ചെയ്തതും തമ്മിൽ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഈ ജോയിൻറ്റിൻ്റെ ഇവിടേക്ക് പ്ലീറ്റ് ഇട്ടാൽ മതി. അതുവരെ തയ്ച്ച് പോകാം. ഇവിടെ 2 പ്ലീറ്റ് ഇട്ടുണ്ട്. ഈ വെട്ടുകൾ കൂട്ടി പിടിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ ഈ 2 പ്ലീറ്റ് ഇട്ടതിൻ്റെ അടുത്ത് തന്നെ ബാക്കി ഇപ്പുറത്തിൽ തുണി ലൂസ് വന്നിരുന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ 2 പ്ലീറ്റ് ഇട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ 2 പ്ലീറ്റും കൂടെ ഇട്ട് കൊടുത്താൽ അപ്പം നമുക്ക് കയറ് വെക്കാനായിട്ട് ഞാനിതാ 3 കഷ്ണം ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. 1.25 ഇഞ്ച് വീതിയിലാണ് വെട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് യോജിപ്പിച്ചിട്ട് കയറ് വെക്കാം. അപ്പം നമ്മൾ 3 പീസും ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒന്ന് മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ താഴെ വരെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുരിപ്പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയറൊക്കെ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് വേണം കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ തുണി എടുത്ത് വെച്ചിട്ട് വീഡിയോ കണ്ടുകൊണ്ട് കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും തയ്ക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ വീഡിയോ കാണാൻ മാത്രമല്ല, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.